ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ഓഫ് ദി ഇയർ മലൈക്കോട്ടെ വാലിബൻ കണ്ടിരിക്കുകയാണ്. ലിജോ ജോസ് വലിശ്ശേരിയും ലാലേട്ടനും ഒന്നിക്കുന്ന ഒരു സിനിമ എന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആകാംക്ഷയോട് കൂടിയിട്ടാണ് കണ്ടായിരുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ഗംഭീരമായിട്ടൊരു മാസ് ആക്ഷൻ സിനിമ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. ഒരു LJP പടത്തിൽ ലാലേട്ടനെ എങ്ങനെ കാണിക്കുന്നു എന്ന് കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷ കൊണ്ട് തന്നെയാണ് സിനിമ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. സോ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, കാണാനായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സിനിമ ശരിക്കും എൻജോയ് ചെയ്തു എന്ന് കരുതി സിനിമയിൽ പോരായ്മകളില്ല എന്നുള്ളതല്ല. തീർച്ചയായിട്ടും പോരായ്മകളുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, ചില കാര്യങ്ങൾ ഒഴിവാക്കായിരുന്നു ഒന്നൊക്കെ എനിക്ക് സിനിമയെ പറ്റിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമ മെജോറിറ്റി ഓഫ് ദി ഓഡിയൻസ് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഞാൻ സിനിമ കണ്ടിറങ്ങിയ സമയത്ത് എൻ്റെ കൂടെയുള്ള ആരും അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടില്ല. എല്ലാവരും വളരെ മോശം അഭിപ്രായം പറഞ്ഞിട്ടാണ് ഇറങ്ങി പോകുന്നത്. LJP സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതരം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകളല്ല. കാരണം അതിന് മുമ്പുള്ള സിനിമകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിപ്പോൾ നൻപകൽ നേരത്തെ മയക്കായിരിക്കാം, ഡബിൾ ബാരലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ജല്ലിക്കെട്ടായിരിക്കാം, വിമയോ ആയിരിക്കാം. അത്തരം സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ LJP സിനിമകൾ അല്ലെങ്കിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള വേൾഡിൽ നമ്മൾ പോയിട്ട് ആ ഒരു വേൾഡിൽ ഇരുന്ന് കാണാം. അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക, യൂഷ്വലായിട്ടുള്ള സിനിമ രീതികളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. സോ ആദ്യമേ തന്നെ പറയാനായിട്ടുള്ളത്, ഈ സിനിമ നിങ്ങൾ തന്നെ കണ്ട് വിലയിരുത്തുക. ഇവിടെ ഞാൻ പറയുന്നത് എനിക്ക് സിനിമ കണ്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. ഒരുപാട് പേര് ചിലപ്പോൾ നീ വളരെ പോസിറ്റീവ് പറയുന്നത്, നീ വലിയ ബുദ്ധിജീവി കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വരാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ സിനിമ പോയിട്ട് കാണാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാനിവിടെ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഈ സിനിമ കാണുന്ന ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആദ്യമേ തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി സംസാരിക്കാം. സോ സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു കാലഘട്ടം എന്നൊന്നും പറയുന്നില്ല. എപ്പോൾ വേണമെങ്കിലും ആവാം. 2000 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം, 2000 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം, എപ്പോൾ വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹം കുറേ പേരായിട്ട് ഇങ്ങനെ മത്സരിച്ച് ഇടിയൊക്കെ കൂടി വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് എല്ലാവരും തോൽപ്പിച്ച് ഇങ്ങനെ വിജയിച്ചിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു കാളവണ്ടിയിലാണ് യാത്ര. കൂടെ ഒരു വളർത്തച്ഛനുണ്ടായി, എന്നായിരുന്നാണ് വിളിക്കുന്നത്. ഹരീഷ് പേരടിയാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഹരീഷ് പേരടിക്ക് ഒരു മകനും കൂടിയുണ്ട്. മനോജ് മൂസസ് ആണ് ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇവിടെ യാത്രകൾ പോകുന്നു, ഓരോ സ്ഥലങ്ങളിലെത്തുന്നു, ഓരോരുത്തരെ തോൽപ്പിക്കുന്നു. ആ യാത്രകളിൽ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർ പരിഹരിക്കുന്നു, കുറേ പേരെ സഹായിക്കുന്നു. തുടർന്ന് അവരുടെ യാത്രകളിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് സിനിമ പോകുന്നത്. ഇത്ര മാത്രമേ സിനിമയുടെ ഒരു ലൈൻ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. സോ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത്, എനിക്കിത് കൊള്ളാം എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ പ്രകടനം വളരെ നന്നായിരുന്നു. ഒരു LJP പടത്തിൽ ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടനെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ആ ഒരു ക്യാരക്ടർ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഇയാളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഫീല് തീർച്ചയായിട്ടും കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ സാധ്യമായിരിക്കും എന്നുള്ളൊരു ഡൗട്ടൊക്കെ വരുന്നുണ്ടെങ്കിലും സിനിമയുടെ അവസാനത്തിൽ അതിന് പ്രോപ്പറായിട്ടൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. അനേകം കഥാപാത്രമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മനോജ് മൂസസ് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി എനിക്ക് സ്പേസ് കിട്ടിയതായിട്ട് തോന്നിയത് ഹരീഷ് പേരടിക്കായിരുന്നു. അച്ഛൻ കഥാപാത്രം ചെയ്തത് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് വോയിസ് മോഡുലേഷൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടർ വെൽ ഡിഫൈൻഡ് ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി. പിന്നെ എടുത്ത് പറയേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഡാനിഷ് സെയ്ത്തിൻ്റെ ഒരു വില്ലൻ പ്രകടനമായിരുന്നു. ഗംഭീരമായിട്ട് റോളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഹരീഷ് പേരടി ലാലേട്ടൻ്റെ റോള് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രൈക്കിംഗ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു വില്ലൻ കഥാപാത്രമാണ്. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരി, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചിരിയാണ്. ഭയങ്കര കാഴ്ചയാണ്, ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു ചിരിയായിട്ടാണ് തോന്നിയത്. ഒരുപാട് ആളുകളുടെ ഇടയിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന സീനുകൾ ഷോട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചിരി കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇല്ല അവിടെ ഉണ്ടെന്ന്. അത്രയും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ചിരിയും കാര്യങ്ങളൊക്കെയാണ്. അതും വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. സ്ത്രീ കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിനപ്പുറത്തേക്കായിട്ട് വലിയൊരു ഗംഭീര പഠനമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ എനിക്ക് പ്രധാനമായിട്ട് ലാലേട്ടൻ, ഹരീഷ് പേരടി, ഡാനിഷ് സെയ്ത്ത് ഇവരുടെ പ്രകടനമാണ് കുറച്ചും കൂടി എനിക്ക് എടുത്തു പറയത്തക്ക ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ ലിഫ്റ്റപ്പ് ചെയ്തതിൽ വലിയൊരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ വിഷ്വൽ പാർട്ടാണ്. ഈ ഒരു സിനിമ ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. കിഡിലൻ ഫ്രെയിംസാണ് സിനിമയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് വൈഡ് ആംഗിൾ ഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കിഡിലൻ ഫ്രെയിംസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു OTT പ്രിൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അങ്ങനെ തന്നെ ഫോണിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഒക്കെ വാൾപേപ്പർ ആവാൻ പറ്റുന്ന രീതിയിൽ അത്രയും കിഡിലനായിട്ടുള്ള ഷോട്ട്സ് ഇതിലുണ്ട്. അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള കളർ ഗ്രേഡിങ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്ത് വരുമ്പോൾ യെല്ലോ ഉണ്ട്, ചില സ്ഥലത്ത് വരുമ്പോൾ ഒരു ഓറഞ്ച് ടോൺ ഉണ്ട്. അങ്ങനെ പല സ്ഥലങ്ങൾ എത്തുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു കളർ ടോൺ അവർ പിടിച്ചതൊക്കെ വളരെ
ഭംഗിയായിട്ട് തോന്നി. ഓൾസോ ഓരോ ആർട്ടിസ്റ്റിന് കൊടുത്തിരിക്കുന്ന മേക്കപ്പ് ആണെങ്കിലും സംഭവങ്ങളും കാര്യങ്ങളും കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആക്ഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വിക്രം മോറാണ് സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കാന്താര എന്ന് പറയുന്ന സിനിമകളും അല്ലെങ്കിൽ KGF Part 1 ഒക്കെ ആക്ഷനൊക്കെ ചെയ്തിരുന്ന വിക്രം മോറാണ്. എസ്പെഷ്യലി ആ ആക്ഷൻ എനിക്ക് കൊള്ളാൻ തോന്നിയിട്ടുള്ളത് ലാലേട്ടനും ഒരു ആളായിട്ട് 1-to-1 ആയിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് വരുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയത്. അതർവൈസ് ആക്ഷൻ രംഗങ്ങൾ കുഴപ്പമില്ല എന്ന് മാത്രമേ തോന്നിയിരുന്നു. അതിൽ എടുത്ത് പറയത്തക്ക വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സിനിമയുടെ ഒരു പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് വരെ ഒരു വളരെ സ്ലോ പേസിൽ തന്നെയാണ് സിനിമ പോകുന്നത്. കരുതി ഒരു നൻപകൽ നേരത്ത് മയക്കം പോലുള്ള അത്രയും സ്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. പക്ഷേ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഇൻ്റർവൽ പഞ്ചും കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ടുണ്ട്. സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ തന്നെ സിനിമയ്ക്ക് ഉണ്ടാവുന്ന ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു മോട്ടീവ് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം വരുന്നിടത്താണ് സിനിമ പിന്നീട് വേറൊരു ട്രാക്കിലോട്ട് പോകുന്നത്. ആ ഒരു പിടിച്ച ട്രാക്ക് എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമായിട്ട് തോന്നിയില്ല. ആ ഒരു ട്രാക്ക് പല സിനിമകളിലും കണ്ടിട്ടുള്ള യൂഷ്വലായിട്ടൊരു ട്രാക്കൊക്കെ ആയിട്ട് തോന്നി. പക്ഷേ ആ ട്രാക്ക് കൊണ്ട് അവസാനിപ്പിച്ചത് വേറൊരു സംഭവത്തിലേക്കായത് അത് കുഴപ്പമില്ല, അതിങ്ങനെ വന്നതുകൊണ്ട് നന്നായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സിനിമയിൽ കൊടുത്തിരിക്കുന്ന എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തോന്നിയിരുന്നു. കാരണം എസ്പെഷ്യലി ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലോട്ട് പോകുന്നത് കുറച്ച് ആ സീനിൻ്റെ ഒരു ഒപ്പാസിറ്റി കുറച്ച് അടുത്ത സീനിൻ്റെ ഒപ്പാസിറ്റിനെ കൂട്ടി വരുന്നത് കിടിലനായിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് കുറച്ച് തടവുകാർ ഒരു ജയിലിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്നൊരു ഷോട്ട് ഉണ്ട്. അത് 2 സീൻസിനെ മെർജ് ചെയ്ത് കാണിച്ചപ്പോൾ ഒരുപാട് പേര് പുറത്തോട്ട് ഇറങ്ങി വരുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ ആ വിഷ്വൽ കാര്യങ്ങൾ കുറച്ച് കിടുവായിരുന്നു. പിന്നെ ക്ലൈമാക്സ് സീക്വൻസിൽ ഹരീഷ് പേരുടെയും ഡാനിഷ് ഷെയ്റ്റിൻ്റെയും ഒരു സീന് കാണിച്ചത്, അത് ഡാനിഷ് ഷെയ്റ്റിനെ ആ ഒരു സീനിൽ കാണിക്കുന്നില്ല, ഹരീഷ് പേരുടിനെ മാത്രമാണ് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു ഷോട്ടിൽ തന്നെ ആളെയും കാണിച്ചൊരു സംഭവം ഉണ്ട്. സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതും കിടിലനായിട്ട്. അങ്ങനെ കുറച്ച് എഡിറ്റിങ്ങിൻ്റെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിടിലനായിട്ട് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദീപു എസ് ജോസഫും സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നു മധു ജി നീലകണ്ഠനായിരുന്നു. അതും കിടിലനായിട്ടുണ്ടായിരുന്നു. ഓൾസോ മ്യൂസിക്കും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാ LJP പടത്തിലും യൂഷ്വലായിട്ട് മ്യൂസിക് ചെയ്യുന്നത് പ്രശാന്ത് പിള്ള തന്നെയാണ്. സോ ഇതിലും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എവിടേക്കോ ചില മ്യൂസിക് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഡബിൾ ബാരലിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നിയിരുന്നു. കാരണം അതിലും ഒരു ഓടക്കുഴൽ വലിയൊരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ഇവിടെയും ഒരു ഓടക്കുഴലും സംഭവങ്ങളും ഫാക്ടറായിട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എവിടേക്കോ ഒരു ഡബിൾ ബാരലിൻ്റെ സാമ്യത, എവിടേക്കോ എനിക്ക് ചില സ്ലോ മോഷൻ സീൻസും ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു വൗ ഫാക്ടർ കൊണ്ടുവരുന്ന സംഭവങ്ങളോ വലിയൊരു ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നും കൂടി ഞാൻ പറയുന്നു. കാരണം സിനിമ നമുക്കിങ്ങനെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നതിൻ്റെ അപ്പുറത്തേക്കായിട്ട് എൻ്റെ അമ്മോ പുളി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്കതിനെ കണ്ട് രസിക്കാവുന്ന തരത്തിലുള്ള നല്ല വിഷ്വലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സിനിമയുടെ അവസാനത്തിലോട്ട് എത്തുന്ന സംഭവങ്ങൾ, എസ്പെഷ്യലി ഒരു സെക്കൻഡ് പാർട്ട് ഈ സിനിമയ്ക്ക് വരുന്നുണ്ട്. അത് കൊണ്ടെത്തിച്ച് അവിടെ കാണിച്ച കുറച്ച് സംഭവങ്ങൾ അത് എങ്ങനെ അത് സെക്കൻഡ് പാർട്ടിലോട്ട് പുൾ ഓഫ് ചെയ്യും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ ഒരു സംഭവങ്ങൾ കാര്യങ്ങൾ കുറച്ചും കൂടി ഭംഗിയാക്കാമായിരുന്നു, ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് തന്നെ സൗണ്ട് ഡിസൈൻ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിനോട് അടുത്തെത്തുന്ന ഒരു സീനിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്ത് വളരെ സൈലൻ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് പ്രത്യേക ഒരു മ്യൂസിക് ഇങ്ങനെ സറൗണ്ട് ചെയ്ത് പോയതും കാര്യങ്ങളൊക്കെ കിടിലനായിട്ടുണ്ടായിരുന്നു. ഈ ഹരീഷ് പേരുടി നടക്കുന്ന സമയത്ത് ഒരു വടി കൈ പിടിച്ചിട്ട് അത് കിട്ട് കുത്തണ സംഭവങ്ങളും കാര്യങ്ങളും, തുടക്കത്തിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ്, ഒരു ഗത പിടിച്ച് അടിക്കുന്ന സീനുകളും, അതൊക്കെ ഭയങ്കര ഒരു വൈബ്രൻസ്, ഭയങ്കര ഒരു എഫക്റ്റ് തിയേറ്ററിൽ ഉണ്ടാക്കാനായിട്ട് സൗണ്ട് ഡിസൈൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം കുറച്ച് കൊള്ളാമെന്ന് തോന്നിയിരുന്നു. അത് വേറൊന്നല്ല, ഒരു ഇരുട്ടത്തുള്ളൊരു സീൻ കുറേ നേരം ഇങ്ങനെ കാണിച്ച് ചെറിയൊരു വെളിച്ചം മാത്രമേ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഭയങ്കര വെളിച്ചമുള്ളൊരു പകൽ ഷോട്ടാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രീനിൽ വെളിച്ചം വരുമ്പോൾ ഒരു മാതിരി അവസ്ഥയായിരുന്നു കണ്ണിൽ. കൂടിയിരിക്കുന്നവരൊക്കെ ഒരു പ്രത്യേക ഭാഷയിലൊക്കെ തിരിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ത് തേങ്ങയാണ് കാണിച്ചതെന്നുള്ളതൊക്കെ. പക്ഷെ അതെനിക്ക് കൊള്ളാൻ തോന്നി. കാരണം പെട്ടെന്ന് ഇരുട്ട് മാറി വെളിച്ചം വരുന്ന സംഭവങ്ങളൊക്കെ അതൊരു രസം ഉണ്ടായിരുന്നു ആ ഒരു തിയേറ്ററിൽ അത് കാണുമ്പോൾ. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാവുന്ന ഒരു സിനിമയാണ്. വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ള കുറേ വിഷ്വൽസും കാര്യങ്ങളും നല്ല സൗണ്ട് ഡിസൈനും നല്ല സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉള്ള നല്ലൊരു ഫിലിമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇതെൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയനാണ്. ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇത് ഇങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല. സോ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ കാണാൻ വരേക്കും ഗുഡ് ബൈ.